ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മളെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, അതുപോലെ പാവപ്പെട്ടവരുടെ അത്താണി എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരാളാണ് നമ്മളെ എം.എ. യൂസുഫ് അലി സാറ്. അതായത് ലുലു ഗ്രൂപ്പിൻ്റെ MD-യും ചെയർമാനും ഒക്കെ ആയ എം.എ. യൂസുഫ് അലി സാറ്. മൂപ്പരെ കുറിച്ചുള്ള വീഡിയോസ്, റീൽസായിട്ടും വീഡിയോസ് ഡെയിലി ഓരോ ക്ലിപ്പുകൾ പുറത്തിറങ്ങുന്നതാണ്. എന്നും എല്ലാ ദിവസവും ഫോണെടുത്ത് നോക്കുമ്പോഴും ഇയാളെ മുഖം കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നായിട്ട് 2 ദിവസം കണ്ട വീഡിയോസ് അത്രയും മനസ്സ് നിറഞ്ഞു. അതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്, ഇയാളെ പോലെ ഒരാൾ നമ്മളെ കേരളത്തിൽ ഇല്ലെങ്കിൽ എത്ര പാവങ്ങൾ, എത്ര ആൾക്കാർ വയ്യാതാരായിട്ടുണ്ടാവും. ഇയാൾ കാരണം എത്ര ആൾക്കാർക്ക് ജോലി കിട്ടി, എത്ര വികലാംഗരായിട്ടുള്ള ആൾക്കാർ, എത്ര പാവപ്പെട്ട ആൾക്കാർ, ആരും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ തന്നെ പറയാം. എത്ര ആൾക്കാരെ ഇയാൾ രക്ഷപ്പെടുത്തി. ഇയാളെ തണലിൽ എത്ര ജീവിതം, എത്ര കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു വീഡിയോ കാണാം. മൊബൈലിന് ഫോണുണ്ട്, ചെറിയ ഫോണാണ് സാർ. താങ്ക് യു സാർ. എനിക്ക് സാറിനൊരു വലിയൊരു ഹെൽപ്പുമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ജോലി ചെയ്യാൻ പറ്റും? കരയണ്ട, എന്താ ജോലി ചെയ്യാൻ പറ്റുക? എന്ത് ജോലിയും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് സാർ. കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാട്ടാ, രജിത്ത് പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്ന ജോലി കൊടുക്കണം. പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി കൊടുക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവണം. പോരെ? രണ്ട് കൈയും ഇല്ലാത്ത പ്രണവിന് ലുലുമാളിൽ യൂസുഫ് അലി സാറ് ജോലി ശരിയാക്കി കൊടുത്തിട്ടാണ്. ഓനോട് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ട് അവനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവനക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ യൂസുഫ് അലി സാറ് പറഞ്ഞത്, ഇവനക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, ഇവനക്ക് എന്താ പറയുക, ചെയ്യാൻ പറ്റണ ഇവനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ജോലി അത് എന്തായാലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മൂപ്പരെ ഏറ്റവും അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇയാളെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇയാൾക്ക് എന്താ പറയുക, പണക്കാരൊന്നുമില്ല, പാവപ്പെട്ടവരൊന്നുമില്ല, അതേപോലെ വയസ്സായവരൊന്നുമില്ല, കുട്ടികൾ, അങ്ങനത്തെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇയാൾ സഹായിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഷോപ്പിൽ ജോലി കൊടുക്കണമല്ലായിക്കോട്ടെ, മൂപ്പര് ഓലെ ജാതി, മതം, വർഗം, ഓലെ പാർട്ടി, ഇതൊന്നും മൂപ്പർക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഒരുപാട് മുതലാളിമാർ, ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഓൽക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ ഓല് തിരഞ്ഞെടുക്കുള്ളൂ. പക്ഷേ ഇയാൾ അങ്ങനല്ല. ഇയാൾ ഏതൊരാൾ ഇയാളുടെ അടുത്തേക്ക് എത്തിയാലും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ സ്വാർത്ഥരായി ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവമാണ്. കാരണം എല്ലാ മുതലാളിമാരും ഈ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാവണം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാവണം, ആ നിലക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഓരോ രൂപയും കയ്യിൽ കിട്ടുന്നത് കൂടി വെച്ചാണ്ട് ഇതിൻ്റെ ആസ്തി വലുതാക്കി കാണിക്കണം, ആ ഒരു ചിന്തയിൽ നടക്കണ ഈ ലോകത്ത് ഇയാളെ പോലത്തെ ഒരാൾ, ഇയാൾ ചിലവാക്കണതിനൊന്നും ഒരു കൈ കണക്കില്ല. എന്നാൽ മുതുകാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭിന്നശേഷിക്കാരെ ഒരു കുട്ടികളെ ആശ്രമം, അതിലേക്ക് ഓരോ വർഷവും ഓരോ കോടിയാണ് മൂപ്പര് ഓഫർ ചെയ്തത്. അത് മൂപ്പര് മരിച്ചാലും മൂപ്പരെ മരണശേഷവും ഓരോ വർഷവും ഓരോ കോടി അതിലേക്ക് വന്നുകൊടുക്കുന്നതാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇയാളെ എത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇയാളെ പണമൊന്നുമല്ല, ഇയാളെ സ്വഭാവം. ഇത്ര വലിയൊരു കോടീശ്വരനായിട്ടും വേറെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് കാണാം, കുറേ സെക്യൂരിറ്റിയും എന്താ പറയുക, സ്ക്വാഡൊക്കെ ആയിട്ട് നടക്കാണ്ട് ഒരു സാധാരണക്കാരന് പോലെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ പറ്റില്ല. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. ഏതൊരു മനുഷ്യൻ്റെയും, ഏതൊരു പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും തോളിൽ കൈയിട്ട് ഇയാൾ സംസാരിക്കും. വേറൊരു വീഡിയോ കൂടി കാണാം.
ദൈവത്തിന്റെ മുന്നിലല്ലാതെ തലവിളിക്കുന്നു. അത് ശരിയല്ല. കാശ് കിട്ടിയ ഞാൻ ഇവർക്ക് കാശ് കൊടുത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവര് പറഞ്ഞിട്ടല്ല, ഇവരെ ബുദ്ധിമുട്ടി മനസ്സിലായി. അപ്പൊ ഞാൻ കാശ് കൊടുത്തായിട്ടുണ്ടായിരുന്നു. ഒക്കെ പ്രായമുള്ളവരാണ്. എനിക്ക് പ്രായമുള്ളവരെ ഇഷ്ടമാണ്. ഏട്ടാ മക്കളൊക്കെ നോക്കണില്ല നിങ്ങളെ? തമിഴാ മലയാളി? കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്ത്? കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്ത്? ഞാൻ ആരും അറിയാൻ കാശ് കൊടുത്തു. എല്ലാ ആവശ്യം ഉണ്ടെങ്കിൽ പറയുന്നത് കേട്ടാ. ഈ പ്രായത്തില് ഇവരൊക്കെ ഒന്ന് പേരെഴുതിയിട്ടുണ്ട് കേട്ടാ. പേരെഴുതിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊടുത്തേക്കും കേട്ടാ. പോരെ? ഈ അമ്മക്ക് കൊടുത്താൽ ഇതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂട്യൂബിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞ 2 വീഡിയോ ആണിത്. എന്തായാലും ഇത് കണ്ടിട്ട് എല്ലാവരും സന്തോഷം അടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം മൂപ്പരെ മുന്നിൽ പെടുന്ന ആരായാലും എന്ത് പ്രശ്നമാണെങ്കിലും മൂപ്പരെ കൊണ്ട് കഴിയുന്ന പ്രശ്നമാണെങ്കിലും മൂപ്പരെ പരിഹരിക്കാൻ ചെയ്യും. ഒരാളെയും ഇതുവരെ ആയിട്ട് മടക്കി അയക്കണ ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം പോലും കാണാൻ സാധിച്ചിട്ടില്ല. എന്തൊരാവശ്യമായിട്ട് ആരും ഒന്ന് കാണലും മൂപ്പര പരിഹരിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ തോന്നും ഇയാൾ നമ്മളെ രാജ്യം ഭരിക്കുന്ന ആളോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അയക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ചിലപ്പം വരൽ. കാരണം എന്താ വെച്ചാൽ ഇയാൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആളുകളെ എന്താ പറയുക, ഇപ്പോൾ ആരും ഒന്നും ചോദിക്കാതെ തന്നെ ഓലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓലെ സഹായിക്കുകയാണ്. പിന്നെ അതല്ല മൂപ്പരെ ഷോപ്പിലൊക്കെ ജോലി എടുക്കുന്ന ആരായാലും മൂപ്പര് ആദ്യം ചോദിക്കൽ ഓൽക്ക് നിങ്ങൾക്ക് ഉമ്മ ഉണ്ടോ, രക്ഷിതാവുണ്ടോ, ആ രക്ഷിതാവിന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ശമ്പളത്തിൽ നിന്ന് എത്ര കൊടുക്കും. അപ്പോൾ ഒരു വീതം ആ രക്ഷിതാവിനെ കയറും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ ഇയാളെ സൂപ്പർ മാർക്കറ്റിലും അതേപോലെ മാളിലും മൂപ്പര ഏത് ബിസിനസ് സ്ഥാപനത്തിലും ജോലിക്ക് അപേക്ഷ കൊടുക്കുമ്പോഴുള്ള ഒപ്പം ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമാണിത്. ഇതിലുണ്ടാവും എന്താ പറയുക, വീട്ടിൽ നിങ്ങളില്ലാത്ത സമയം രക്ഷിതാവിനെ ആര് സംരക്ഷിക്കും, രക്ഷിതാവിന് എത്ര രൂപ ശമ്പളമായിട്ട് കൊടുക്കും. മൂപ്പരെ സ്ഥാപനത്തിൽ ജോലി ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതോടൊപ്പം മൂപ്പര ആ ജോലിക്കാരൻ്റെ കുടുംബം കൂടി സേഫാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ വരെ മൂപ്പര് ഈ സകല ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടിയിട്ടും ഒരാൾക്ക് പോലും മൂപ്പര് ശമ്പളം മുടക്കിയിട്ടില്ല. എല്ലാ 1-ാം തീയതി കറക്റ്റ് 1-ാം തീയതിയും ബാങ്കിൽ ശമ്പളം മൂപ്പരെത്തിക്കും. ഇതൊക്കെയാണ് മൂപ്പരെ ക്വാളിറ്റി. എന്തായാലും മൂപ്പർക്ക് പഠിച്ചവനെ ആയുസ് കൂട്ടി കൊടുക്കട്ടെ. കാരണം മൂപ്പര് ഉണ്ടായാൽ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് പാവങ്ങളെ കണ്ണീരൊപ്പം മൂപ്പരെ കൊണ്ട് കഴിയും. വേറെയുള്ള ആളെ പോലല്ല, മൂപ്പര് സാധാരണ മനുഷ്യന്മാർക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളാണ്. ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് തന്നെ പരിഹരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതായാലും മൂപ്പർക്ക് ആയുസ് നീട്ടി കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു.